നോർമലി അച്ഛനമ്മമാരായിക്കോട്ടെ മക്കളായിക്കഴിഞ്ഞാൽ അവരുടെ കാര്യങ്ങൾ നോക്കി നമ്മൾ സെറ്റിൽഡ് ആവും. അവരെ സെറ്റിലാക്കാൻ നമ്മൾ ട്രൈ ചെയ്യിപ്പിക്കും. അവർക്ക് കൊച്ചുമക്കളാകുമ്പോൾ അവിടെ നോക്കും. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഒരു പാർട്ട്ണർ നമ്മളെ വിട്ടുപോയാലും നമ്മൾ ഇതിൽ സ്റ്റക്ക് ഓൺ ആയിരിക്കും. പിന്നെ ഓക്കെ, എനിക്ക് എൻ്റെ മക്കൾ, അവരുടെ കൊച്ചുമക്കൾ, അതിൽ ഞാൻ യൂസ്ഡ് ആണ്, അല്ലെങ്കിൽ അതിൽ ഞാൻ സ്റ്റക്ക് ഓൺ ആയാണ് കോമൺലി എല്ലാ പേരൻസും ചിന്തിക്കാം. അവരങ്ങനെ പോകത്തുള്ളൂ. അതിൽ നിന്ന് ഒരു വെറൈറ്റി ആയിട്ടാണ് നിങ്ങൾ ചിന്തിച്ചത്. എൻ്റെ അപ്പം പലരും ചോദിക്കും, നിങ്ങൾക്കൊരു സെക്കൻഡ് പാർട്ട്ണർ വേണ്ടാന്ന് പറഞ്ഞ് ഒതുങ്ങുന്നവരാണ് ഏറ്റവും കൂടുതൽ. സോ അങ്ങനെ വരുമ്പോൾ ആ ഒരു എന്താ പറയുക, അതാണ് നമ്മുടെ സമൂഹത്തിൽ കൂടുതൽ അക്സെപ്റ്റ് ചെയ്യുന്നത്. എനിക്ക് ഒരു സെക്കൻഡ് മാരേജിനെ കുറിച്ച് അപ്പോൺ ഗോഡ് ഞാൻ പറയാണ്, ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. ഒരു സെക്കൻഡ് മാരേജ് എനിക്ക് വേണ്ടാന്ന് തന്നെയാണ് എൻ്റെ. കാരണം എനിക്ക് ഒരുപാട് സ്നേഹം തന്ന ഒരാളായിരുന്നു എൻ്റെ പാർട്ട്ണർ. ഞങ്ങൾ തമ്മിൽ ഒരു പ്രാവശ്യം പോലും പിണങ്ങിയിട്ടോ ഒച്ചരിച്ച് സംസാരിച്ചിട്ടോ എന്നെ മുഖത്ത് നോക്കി ഷൗട്ട് ചെയ്തിട്ടോ ഒന്നുമില്ല. അത് കണ്ടാണ് എൻ്റെ മക്കളും വളർന്നത്. അപ്പം ഞങ്ങളൊരു ഫ്രണ്ട് ഒരു ഫാമിലി എന്ന് പറയുന്നത് അച്ഛൻ വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം, ബഹുമാനിക്കണം, അങ്ങനെയൊന്നുമില്ല. അച്ഛൻ വരുമ്പോൾ അച്ഛൻ്റെ ഷോൾഡറിൽ കൈയിട്ടാണ് എൻ്റെ മക്കൾ നടക്കുന്നത്. അതുപോലെയായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള സ്നേഹം. ഭയങ്കര ബോണ്ടിങ് ആയിരുന്നു. അത് നമ്മുടെ നാട്ടിൽ ആരോട് ചോദിച്ചാലും പറയുന്ന കാര്യങ്ങളാണ്. എൻ്റെ ബന്ധുക്കൾ, എൻ്റെ ഹസ്ബൻഡിൻ്റെ ആൾക്കാരും സിബ്ലിങ്സ് എല്ലാവരും ഉണ്ടായിരുന്നു എൻ്റെ കല്യാണത്തിന്. നമ്മുടെ കല്യാണത്തിന് അവരെല്ലാം വന്ന് നമ്മൾ ബ്ലെസ് ചെയ്തിട്ടാണ് പോയത്. അപ്പം അത്രയും ഒരു അങ്ങനെ ഒരു ഫാമിലി ആയിരുന്നു. പിന്നെ ഇദ്ദേഹം അതുപോലെ ഒരാളാണ്. ഫാമിലി ഓറിയന്റഡ് പേഴ്സൺ. മക്കളായാലും വൈഫിനോടായാലും അത്രയും അറ്റാച്ച്മെന്റ്. അപ്പം എന്നെപ്പോലെ തന്നെയാണ് ആ ഫാമിലിയെയും അദ്ദേഹം കണ്ടത്. അപ്പം അങ്ങനെ ഒരാൾക്ക് ഒരിക്കലും സ്നേഹിക്കാതിരിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ വിചാരിച്ചു, ഇങ്ങനെ പറയുമ്പോൾ ഞാൻ എന്നെ സ്നേഹിക്കുമായിരിക്കും എന്നുള്ള ഒരു തോന്നൽ എനിക്ക് അന്നേ ഉണ്ടായിരുന്നു. എന്നെ കെയർ ചെയ്യും. അപ്പം ഒരു കെയർ, ഒരു ഞാൻ പറഞ്ഞില്ലേ, ഒരു ഷോൾഡർ ടു ലൈ ഓൺ, അത് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. നമ്മൾ എന്തെങ്കിലും മക്കളെടുത്ത് എല്ലാ കാര്യങ്ങളും നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാത്തിനും ഒരു ലിമിറ്റേഷനുണ്ട്. മക്കൾ എത്ര നല്ല സ്നേഹമുള്ള മക്കളായാലും അങ്ങനെയാണ്, അവർ ബിസി ആയിപ്പോവും. അത് അവർക്കും അറിയാം. അതുകൊണ്ട് ഞാൻ കരുതി ഇങ്ങനെ ഒരാളാവുമ്പം എനിക്ക് കുറച്ചും കൂടെ ഓപ്പൺ അപ്പ് ആവാമെന്നല്ല, എനിക്ക് കുറച്ച് ഞാൻ റിലാക്സ്ഡ് ആവും. എനിക്ക് സ്നേഹം കിട്ടാൻ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ അതെനിക്ക് കിട്ടുന്നുണ്ട് ഇപ്പോൾ ഇഷ്ടം പോലെ അവിടുന്ന്. അപ്പം അതിൽ ഞാൻ ഹാപ്പിയാണ്. ദൈവം അതെന്നും നിലനിർത്തി തരട്ടെ. മക്കളായാലും മക്കളൊക്കെ അതുപോലെ തന്നെ. അങ്ങനെ രശ്മിയും കൊച്ചുമോളെ നോക്കി ഒതുങ്ങി കൂടിയതായിരുന്നു. കൊച്ചുമോളെ അപ്പോഴാണ് ഞാൻ അപ്പിയർ ചെയ്തത്. എന്നാലും സംസാരിക്കുമ്പോൾ കൊച്ചുമോളുള്ളതുകൊണ്ട് അവിടെ സ്റ്റേ ചെയ്യുന്നുണ്ട്. ഒരു ലിവിങ് ടുഗദറോ അല്ല ഒരു മാരേജോ ഒന്നും നടക്കത്തില്ല എന്ന് ഞങ്ങൾക്ക് തന്നെ അറിയാമായിരുന്നു. എന്നിട്ട് പിന്നെ അത് പെട്ടെന്ന് ട്വിസ്റ്റ് വന്ന് ഇതിലേക്ക് മാറി. അന്നേരം മോള് സമ്മതിച്ച് പോയിക്കോ, അമ്മ ഞങ്ങളുടെ കുട്ടിയെ നോക്കി ജീവിതം കളയണ്ട, അമ്മയുടെ ലൈഫ് നോക്കിയെന്ന് പറഞ്ഞപ്പോഴാണ് ഇത് മെറ്റീരിയലൈസ്. ഹാപ്പി ആയിരുന്നു. മരുമാനാണ് കൂടുതൽ ഇനിഷ്യേറ്റീവ് ആദ്യം പോലെ എടുത്തത്.